ഹായ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ വീക്കിൽ കുറച്ച് സ്റ്റോക്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീക്കിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന ആഴ്ചയിൽ നോക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സുകളും ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് ഗബ്രിയൽ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത്. ആ സ്റ്റോക്കിൻ്റെ ഒരു ബൈ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ 180 നിൽക്കുന്ന ഒരു ടൈമിലാണ് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അത് ഏകദേശം 12% റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീക്കിൽ നമുക്ക് 180 170 റേഞ്ചിൽ വീണ്ടും മാർക്കറ്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഡിപ്പിൽ നമുക്ക് ബൈ പ്ലാൻ ചെയ്യാം. അതല്ല ഇനി ഈ ഒരു സ്പേസിൽ നിന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 156 എബോവ് 70 എബോവ് ഒക്കെ നമുക്ക് ഈ സ്റ്റോക്സിൽ നെക്സ്റ്റ് വീക്കിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസോൾട്ടേഷനിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് CL എഡ്യൂക്കേറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. ഈ സ്റ്റോക്ക് 155 നമ്മൾ ട്രേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്കിപ്പം അതൊരു 6% പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ് ഉള്ളത്. നമ്മുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 129 130 എന്നുള്ളതാണ്. ദെൻ ജ്യോതി സ്ട്രക്ചറാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക്. ആ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിയർലി ഒരു 4% അപ്സൈഡ് പൊട്ടൻഷ്യലോടുകൂടി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നല്ലൊരു പൊട്ടൻഷ്യൽ മൂവ് കിട്ടിയില്ല. നമ്മൾ ഇമ്മീഡിയറ്റ് ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 38-40 റേഞ്ചാണ്. ലാസ്റ്റ് ഫ്രൈഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് പ്രഷർ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡലിന് എബോവ് നിങ്ങൾക്ക് ഇനി ഈ വരുന്ന വീക്കിലും ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. ദെൻ അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു സ്റ്റോക്സാണ് ഫിലാറ്റെക്സ്. അത് ബൈ ലെവലിൽ നിന്ന് വലിയൊരു മൂവ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ചെറിയൊരു ഡിപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവൻ 170-71 എബോവ് ഇനിയും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഇപ്പോഴും മാർക്കറ്റ് ഫിലാറ്റെക്സ് നിൽക്കുന്നത്. ദെൻ നമുക്കിനി ഈ ഒരു വരുന്ന ആഴ്ചയിലേക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം ഡെയിലി ടൈം ഫ്രെയിമിൽ നല്ല രീതിയിലുള്ള ഒരു ഹൈ ക്ലോസിങ് തന്നിട്ടാണ് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം 485 അബോവ് എന്ന് പറയുന്നത് നല്ലൊരു ബൈ ലെവലാണ്. 87 ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്കിപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഈവൻ ഈ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന പോലെ നിങ്ങൾക്ക് 445 റേഞ്ചിൽ SL പ്ലേസ് ചെയ്യാം. ഇവിടെ നിന്നും ഒരു 5 to 6% ഒരു 520 എന്നൊക്കെ പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് SL ട്രയൽ ചെയ്തിട്ട് മുകളിലേക്ക് ഈ സ്റ്റോക്കിനെ റൺ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെയാണ് MB ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് 157 എബോവ് നിങ്ങൾക്ക് ഈ സ്റ്റോക്സിൽ ട്രേഡ് പ്ലേസ് ചെയ്യാം. ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് പോലെ ഇതൊരു നല്ല രീതിയിലുള്ള ഒരു സോൺ ബ്രേക്കൗട്ടാണ്. അപ്പം ഒരു ഇമ്മീഡിയറ്റ് ഒരു 5 to 6% മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് SL നിങ്ങൾക്ക് ഇതിനെയും മുകളിലേക്ക് അപ്സൈഡിലേക്ക് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണിത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന DTIL എന്നാണ് സ്റ്റോക്സിൻ്റെ പേര്. ഇതൊരു ടീ ബേസ്ഡ് സ്റ്റോക്കാണ്. കഴിഞ്ഞ വീക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ടീ ബേസ്ഡ് സ്റ്റോക്സ് നല്ല രീതിയിൽ അപ്സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷനിലാണ് ഇപ്പം ഉള്ളത്. 310 അല്ലെങ്കിൽ 312 എബോവ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ സ്റ്റോക്സിനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഇമ്മീഡിയറ്റ് നിങ്ങൾ SL വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡെയിലി ടൈം ഫ്രെയിമിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലോയിൽ SL പ്ലേസ് ചെയ്യാം. അപ്പോൾ ഒരു 30 പോയിൻ്റ് അപ്സൈഡ് നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ. ദെൻ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ശാസ്ത സുന്ദർ വെഞ്ചർ ലിമിറ്റഡ് കമ്പനി എന്നുള്ളതാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ മാർക്കറ്റിൽ ഒരു നല്ല ഡിപ്പ് ഉണ്ടാക്കി അതിനുശേഷം ആ ഒരു സോണിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ലൊരു പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. മാർക്കറ്റ് ഒരു 375-80 റേഞ്ച് എബോവ് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്സിലും ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് ബൈ കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റേഞ്ച്, അതായത് ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് അത്യാവശ്യം 27-30% പൊട്ടൻഷ്യൽ ഈ സ്റ്റോക്സിനുണ്ടെങ്കിലും ഒരു മൂവ്മെൻറ്റിനുള്ള ടൈം ഉണ്ടാവും. അപ്പോൾ നിയർലി ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 430 ഒക്കെ വെക്കാൻ പറ്റും. ദെൻ അതിനുശേഷം SL ട്രയൽ ചെയ്ത് ഈ സ്റ്റോക്സും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം നെക്സ്റ്റ് വീക്കിലേക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്.